എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 15 തീയതിയിൽ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. ചോദ്യം എന്താണ്? സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള സംരംഭകരെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി എന്താണ്? PM സൂരജ്. പദ്ധതിയുടെ പേരെന്താണ്? PM സൂരജ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ വേദി. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് USA-യിലാണ്. എവിടെയാണ്? USA. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, പൊതു ഇടങ്ങളിലെ 3000 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിച്ചു സൗന്ദര്യവത്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളാക്കി മാറ്റിയ പദ്ധതി. പൊതു ഇടങ്ങളിലെ 3000 മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളെ ശുചീകരിപ്പിച്ച് സൗന്ദര്യവത്കരണം നടത്തി ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി മാറ്റിയ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. പദ്ധതിയുടെ പേരാണ് സ്നേഹരാമം. എന്താണ്? സ്നേഹരാമം. നമ്മുടെ നാലാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദി. അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന്റെ വേദിയാണ് ഇവിടെ വാഗമൺ. വാഗമണിലാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രം. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ് ഇത്? മഞ്ഞുമ്മൽ ബോയ്സ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കാണാത്തവരുണ്ടെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് കാണാം. നമ്മുടെ LDC പഠനത്തിന്റെയും അതുപോലെ തന്നെ മറ്റ് PSC എക്സാംസിന്റെ പഠനത്തിന്റെയും നമുക്ക് ചെറുതായിട്ടൊരു ബ്രേക്ക് ഒക്കെ വേണം. അപ്പൊ ആ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? 2024 മാർച്ചിൽ CBSEയുടെ ചെയർമാനായി നിയമിതനായത് രാഹുൽ സിംഗ് ആണ്. ആരാണ്? രാഹുൽ സിംഗ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം. ഓക്കെ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2024 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ. 2024 രഞ്ജി ട്രോഫി കിരീട ജേതാക്കളാണ് മുംബൈ. ആരാണ്? മുംബൈ. ഓർത്തിരിക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യം, പാലസ്തീന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ആരാണ്? ആരാണ്? മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫയാണ് പാലസ്തീന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാവുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് കണ്ടൊരു റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. LDCയുടെ ക്ലാസ്സുകളൊക്കെ റൂട്ടഡ് ആപ്പിൽ ഫ്രീ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക.